വണക്കം വന്ദനം നമസ്കാരം. നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട്, ഓപ്ഷൻ ട്രേഡറിലോട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നല്ല സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അതായത് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ലൈനൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടും, അതായത് 52,350, 52,400 ഓക്കെ, ഇവിടെയൊക്കെ എത്തുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്? നിങ്ങളുടെ മനസ്സിലല്ല, മൈൻഡിൽ എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പി ഓപ്പർച്യൂണിറ്റി വേണം നോക്കാൻ. ഈ നിറച്ചല്ല, ഒരു 85-90% ആൾക്കാരും അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ വരുമ്പം ഇത് ബ്രേക്കൗട്ട് കിട്ടും, എന്നിട്ട് മുകളിലോട്ട് പോകും എന്നുള്ള ചിന്താഗതിയിലാണ് നോർമലി ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് ഈ ലൈവ് ട്രേഡിംഗ് സമയത്ത്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ നമ്മൾ പി ഈക്വൽ ഓപ്പർച്യൂണിറ്റി ശ്രദ്ധിക്കുക, നോക്കുക. റിജക്ഷനിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ക്യാൻഡിൽസ്റ്റിക്ക്, ഇത് മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടുള്ള ലൈനുകളാണ്. സോ ഇത് ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. അത് ബേസ് ചെയ്തിട്ടുള്ള ലൈനുകളാണ് നമ്മളിവിടെ സപ്പോർട്ടും റെസിസ്റ്റൻറ്റും ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടുകയാണ്. ഇടാൻ പറ്റാത്ത ദിവസങ്ങൾ നമ്മൾ ടെലഗ്രാം ചാനലിൽ നമ്മൾ ലെവൽസ് കൊടുക്കുന്നുണ്ട്. ഇത് എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52,530, മുകളിൽ താഴെ 52,000. സോ ഒരു 500 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ച്, വലിയ റേഞ്ചാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ വലിയ റേഞ്ചിന് കാണാൻ പറ്റുന്നു എന്നുണ്ടെങ്കിലും ഇന്ന് എക്സ്പയറി ആണ് അല്ലേ? ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ എക്സ്പയറി ബുധനാഴ്ചയാണ്, വീക്ക്ലി എക്സ്പയറി, കോൺട്രാക്റ്റ് വീക്ക്ലി എക്സ്പയറി. സോ നമുക്ക് നല്ല വൺ സൈഡ് മൂവ് കാണണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ, അതിനെ ഇനിഷ്യൽ ബാലൻസ് എന്ന് പറയും, IB എന്ന് പറയും. അത് 9:15 തുടങ്ങി 10:15 വരെ. ഇതിലാണ് അന്നത്തെ റേഞ്ചും അന്നത്തെ ബാക്കി കാര്യങ്ങളൊക്കെ എവറി ഡേ ഡിസൈഡ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഈ IBക്ക് വളരെ പ്രാധാന്യമുണ്ട്. മാർക്കറ്റ് പ്രൊഫൈൽ അനുസരിച്ച് ഇനിഷ്യൽ ബാലൻസിന് വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. നമുക്ക് ഈ 52,110 എന്നുള്ള ലെവല് IBയിൽ IBക്ക് അവിടെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് അടുത്ത നേരെയുള്ള സപ്പോർട്ട് 52,10 തന്നെയാണ്. അതേപോലെ തന്നെ മുകളിലോട്ട് 52,400 IB ടൈമിനകത്ത് തന്നെ ബ്രേക്ക് ചെയ്താൽ, അതായത് ആ 10:15 ആകണതിന് മുന്നേ തന്നെ ബ്രേക്ക് ചെയ്ത് അവിടെ മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടാർഗറ്റ് 52,500 ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഈ ലൈനുകൾ നിങ്ങൾ നോക്കി വയ്ക്കുക. വളരെ ഷോർട്ട് റേഞ്ചും ഉണ്ട്. അപ്പോൾ രാവിലെ ഇവർ മൈറ്റ് ബി പ്രീമിയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു വോളറ്റാലിറ്റി വലുതായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു ഇത് കാണാൻ പറ്റും, ഒരു ചെറിയൊരു മൂവോ അങ്ങനെയൊക്കെ നമുക്ക് മൂവ് കാണാൻ പറ്റും. പക്ഷേ ഇത് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.